നമസ്കാരം എല്ലാവർക്കും. ഇന്ന് നമുക്ക് നംഗേ പേർ എന്ന് പറയുന്ന പുതിയ പാഠത്തിൻ്റെ വിശദീകരണമാണ് നൽകാനുള്ളത്. നംഗേ പേർ എഴുതിയിരിക്കുന്നത് വെങ്കടേഷ് മാഡ്ഗുൽക്കർ. കഹാനി വിഭാഗത്തിൽപ്പെട്ട ഈ പാഠഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നംഗേ പേർ, നഗ്നമായ കാലുകൾ. ദുപഹർ കാ സമയ था, ഉച്ച സമയമായിരുന്നു. ബേബി അപ്നെ പലങ്ക് പർ ബൈഠി, ബേബി തൻ്റെ കട്ടിലിൽ ഇരുന്നു കൊണ്ട് ഖിഡ്കി സെ ജനലിലൂടെ ബാഹർ ദേഖ് രഹി थी, പുറത്തേക്ക് നോക്കുകയായിരുന്നു. ബീച്ച് ഹാൾ മേ റഖേ, ഹാളിൻ്റെ മധ്യഭാഗത്തായി വെച്ചിരിക്കുന്ന റേഡിയോയിൽ 11:30 ബജേക്ക് 11:30 മണിക്കുള്ള റെക്കോർഡ് ബജ് രഹാ था, പാട്ടുകൾ കേൾക്കുന്നുണ്ട്. ശാന്ത് മാഹോൽ മേ, ശാന്തമായ അന്തരീക്ഷത്തിൽ ഗീതോं का सुर गूंज रहे थे, പാട്ടുകളുടെ ശബ്ദം മുഴങ്ങുന്നു. സാമനെ കാ ബന്ദ് ഫാടക് ഗോൽക്കർ, മുന്നിലുള്ള അടഞ്ഞ ഗേറ്റുകൾ, ഫാടക് ഗേറ്റ് ഗോൽക്കർ തുറന്നുകൊണ്ട് പോസ്റ്റ്മാൻ ഭീതർ ആ ഗയ, പോസ്റ്റ്മാൻ അകത്തേക്ക് വന്നു. അഹാത്ത വരാന്തയിൽ, ബജരി പർ ചരലിൽ ഉസ്കി ആഹഡ് സുനായി दी, അയാളുടെ കാലൊച്ച കേൾക്കാൻ തുടങ്ങി. മുറ്റത്തെ ചരലിലൂടെ ഉൻകി കാഹ് ആഹട്ട്, അയാളുടെ കാലൊച്ചകൾ കേൾക്കാൻ തുടങ്ങി. പോസ്റ്റ്മാൻ की आवाज, പോസ്റ്റ്മാന്റെ ശബ്ദം സുനായി दी, കേൾക്കാൻ കഴിഞ്ഞു. പോസ്റ്റ്മാൻ की आवाज, ശബ്ദം ഉസ്കി കാനോ മേ ആയി, അവളുടെ ചെവിയിലേക്ക് പതിച്ചു. पर फर्श पर ठाक गिरने की आवाज, എന്നാൽ നിലത്ത് ടാക്ക് ഗിർനെ की, പോസ്റ്റ് വീഴുന്ന ആവാസ്, ശബ്ദം സുനായി നഹി दी, കേൾക്കാൻ കഴിഞ്ഞില്ല. ബേബി പീച്ചെ മുടി തിരിഞ്ഞ് സമ്പൽക്കർ വളരെ സൂക്ഷിച്ച് പലങ്ക് സെ ഉത്തരി, പലങ്ക് സെ കട്ടിലിൽ നിന്നും താഴെ ഇറങ്ങി. ഫിർ ബൈസാക്കിയോं के സഹാരെ, പിന്നീട് ബൈസാക്കി ഊന്നുവടിയുടെ ആശ്രയത്തിൽ ഖദം ഖദം ചൽക്കർ, ചുവടുകൾ വെച്ചുകൊണ്ട് ദർവാസെ തക് ആയി, വാതിൽക്കൽ വരെ എത്തിച്ചേർന്നു. ബന്ദ് ദർവാസ ഗോൽനെ മേ ഉസെ തോടാ സമയ ലഗ, അടഞ്ഞ വാതിലുകൾ തുറക്കാൻ അവൾക്ക് ഒരു അല്പസമയം വേണ്ടി വന്നു. ദർവാസെ സെ, വാതിൽ നിന്നും ബാഹർ പുറത്ത്, ഹാൾ കോ പാർ കർക്കെ, ഹാൾ കടന്നുകൊണ്ട് ആകെ ആനെ മേ ദേർ ലഗി, മുന്നോട്ട് വരാൻ അവൾക്ക് സമയമെടുത്തു. വോ ദർവാസെ പർ പഹുഞ്ചി, അവൾ വാതിൽക്കൽ എത്തിയപ്പോൾ വഹാ ഹാത്ത് മേ രക്കെ ടാക്ക് ലിയെ, കയ്യിൽ വെച്ചിരിക്കുന്ന പുതിയ പോസ്റ്റ്മാൻ ഘടാദ, പോസ്റ്റ്മാൻ നിൽക്കുന്നുണ്ടായിരുന്നു. ഫർസ് പർ ടാക്ക് ഫേങ്കർ അഭി ഗയാ നഹി था, നിലത്തേക്ക് കത്ത് വലിച്ചെറിഞ്ഞ് അയാൾ പോയിട്ടുണ്ടായിരുന്നില്ല. സീഡിയോं के ऊपर होकर, കോണിപ്പടികളിലൂടെ മുകളിലേക്ക് വന്ന് ഉസ്നെ ഹാത്ത് ബഡായ, അവൾ കൈനീട്ടി. ഉസ്നെ ധ്യാൻ ദിയ, അവൾ ശ്രദ്ധിച്ചു. कि आज के पोस्टमैन दूसरा ही है, ഇന്നത്തെ പോസ്റ്റ്മാൻ മറ്റൊരു വ്യക്തിയാണ്, പുതിയ ആളാണ്. സാദാ ഖാ താടി വാല പോസ്റ്റ്മാൻ നഹി, എന്നും വരുന്ന താടിയുള്ള പോസ്റ്റ്മാൻ ആ പോസ്റ്റ്മാൻ അല്ല എന്ന്. ബച്ചോं का चेहरे वाला, കുട്ടികളുടെ മുഖമുള്ള നയാ പോസ്റ്റ്മാൻ, പുതിയ പോസ്റ്റ്മാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഉസ്നെ ഏക് നസർ ബേബി കെ പാരോं की ओर देखा, അവൻ പുതിയ പോസ്റ്റ്മാൻ ഒരു നോട്ടം ബേബിയുടെ പൈറോं की ओर, കാലുകളിലേക്ക് നോക്കി. ഷായദ് ധക്കാ സലക, ഒരുപക്ഷെ അവനൊന്ന് അത്ഭുതപ്പെട്ട് ഞെട്ടിപ്പോയിട്ടുണ്ടാകണം. ഉസ്നെ ഠാക്ക് ബേബി കെ ഹാത്ത് മേ ദേ ദി, അയാൾ കത്തുകൾ ബേബിയുടെ കൈകളിലേക്ക് കൊടുത്തു. ബൂഡേ പോസ്റ്റ്മാൻ की तरह, നമ്മുടെ വൃദ്ധനായ പോസ്റ്റ്മാനെ പോലെ. ഉസ്നെ അയാൾ കോയി ബാത് നക്കി, അവളോടൊന്നും സംസാരിച്ചില്ല. ബൂഡേ പോസ്റ്റ്മാൻ അയാളോട് സംസാരിക്കുമായിരുന്നു, പക്ഷെ അവളോട് ഒന്നും സംസാരിച്ചില്ല. മാ കെ ഹാത്ത് മേ ടാക്ക് ദേക്കർ, അമ്മയുടെ കൈകളിലേക്ക് കത്ത് നൽകിക്കൊണ്ട് ബേബി പീച്ചേ की ओर बिड़ी, ബേബി പുറകിലേക്ക് തിരിഞ്ഞു. ഓർ കുർസി പേർ ബൈഠ്കർ, കസേരയിൽ ഇരുന്നു കൊണ്ട് ബോലി പറഞ്ഞു. മാ, അമ്മേ, ആജ് കാ പോസ്റ്റ്മാൻ നയാ ഥാ, ഇന്നത്തെ പോസ്റ്റ്മാൻ നയ, പുതിയ ആളായിരുന്നു അമ്മേ. തോ ഇസ്മേ ആശ്ചര്യ കി കൗൺ സി ബാത് ഹേ, ഇതിൽ അത്ഭുതപ്പെടേണ്ട കാര്യം എന്താണ് മകളെ? ബദൽ ഗയാ ഹോഗ, അയാൾ മാറിപ്പോയിരിക്കും, അയാൾക്ക് വേറെ സ്ഥലത്തേക്ക് ജോലി കിട്ടിയതായിരിക്കും, അമ്മ മറുപടി കൊടുത്തു. ബേബി കി മാ നെ ബാൽ മിത്ര കാ നയ അംഗ് ബേബി കി ആഞ്ചൽ മേ രഖാ, ബേബി കി മാ, ബേബിയുടെ അമ്മ, ബാൽ മിത്ര കാ നയ അംഗ്, ബാലമാസികയുടെ പുതിയ ലക്കം ബേബിക്ക് ആഞ്ചൽ മേ മടിയിലേക്ക് വെച്ചു കൊടുത്തു. ഫിർ റേഡിയോ ബന്ദ് കർക്കെ, പിന്നീട് റേഡിയോ നിർത്തി. वो अपने कमरे में चली गई, അവൾ അവളുടെ കമരെ മേ മുറിയിലേക്ക് ചലി ഗയി പോയി.
दोपहर में बेबी को हमेशा अकेलापन लगते था. ഉച്ച സമയത്ത് ബേബിക്ക് എല്ലായ്പ്പോഴും അക്കേലാപ്പൻ ഏകാന്തത അനുഭവപ്പെട്ടിരുന്നു. वो किसके साथ बात करे, അവളുടെ വിഷയം എന്താ വെച്ചാൽ അവൾ കിസ്കെ സാത്ത് ആരോടാണ് ആ ഉച്ച സമയത്ത് സംസാരിക്കുക, കിസ്കെ സാത്ത് ഹസെ ആരോടൊപ്പം പൊട്ടിച്ചിരിക്കും. ये प्रश्न सदा ही बना रहता था. ഈ പ്രശ്നം അവളുടെ മുന്നിൽ എപ്പോഴും നിലനിന്നിരുന്നു. ഏകാന്തത ഉച്ച സമയത്ത് അവൾക്ക് എപ്പോഴും അനുഭവപ്പെട്ടിരുന്നു. ऐसे ही समय അത്തരം ഒരു സമയത്താണ് वो बूढ़ा पोस्टमैन आ गया, ആ വൃദ്ധനായ പോസ്റ്റ്മാൻ ആ ജായ കർത്താവ് വന്നിരുന്നത്. वो അവൻ ഹമേഷാഹി ജൽദി മേ രഹത്ത, എന്നും വളരെ ധൃതി പിടിച്ചായിരുന്നു എന്നിരുന്നു. ഫിർബി എന്നിട്ടും കബി കബി ചിലപ്പോഴെല്ലാം ഗിഡ്കി തക് ജാക്കർ ജനലിൽ വരെ എത്തി ഠാക് ദേക്ക കത്ത് നൽകിയിരുന്നു. കോയി ന കോയി പരിചിത് ആയാ ദേക്കർ, ആരെങ്കിലും പരിചിതനായ വ്യക്തിയെ വരുന്ന കാണുമ്പോൾ ബേബിക്കോ അച്ഛാ ലഗ്ത, ബേബിക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു. इसके बाद तीसरे दिन, ഇതിന് ശേഷം മൂന്നാമത്തെ ദിവസം പോസ്റ്റ്മാൻ की आवाज आई. പോസ്റ്റ്മാൻ ശബ്ദം കേട്ടു. ടാക് ഗിർനെ की आवाज सुनाई दी. ടാക് ഗിർനെ की, കത്ത് താഴെ വീഴുന്ന ശബ്ദം മാത്രം, नहीं सुनाई दी, കേൾക്കാൻ കഴിഞ്ഞില്ല. ചൽത്തി ഹുയി ബേബി അഹാത്തെ पर पहुंची. നടന്നുകൊണ്ട് ബേബി അഹാത്തയിൽ മുറ്റത്ത് എത്തിച്ചേർന്നു. പോസ്റ്റ്മാൻ അഭി ഘടാത, പോസ്റ്റ്മാൻ അവിടെ തന്നെ നിൽക്കുന്നു. ബേബിക്ക് ഓർ ദേക്കർ വോ മുസ്കുരായ, ബേബിയുടെ നേരെ നോക്കി. वो मुस्कुराया, अयाल पुंजिरिकुन्नु. बेबी हसी, बेबी चिरिച്ചു. टाक लेकर बेबी पूछा, टाक നൽകിക്കൊണ്ട് ബേബി ചോദിച്ചു, क्या तुम नए पोस्टमैन हो, നിങ്ങൾ പുതിയ പോസ്റ്റ്മാൻ ആണോ? जी हाँ, അതെ, അയാൾ മറുപടി കൊടുത്തു. टाक फेंक कर तुम चले जाया करो, കത്ത് ഇവിടെ ഇട്ട് നിങ്ങൾ പോയിക്കൊള്ളൂ. मुझे आने में देर लगेगी, ഞാൻ വരാൻ വൈകും. പോസ്റ്റ്മാൻ ने बेबी के पैरों की ओर देखा. പോസ്റ്റ്മാൻ ബേബിയുടെ കാലുകളിലേക്ക് നോക്കി. और देर, ഒരുപാട് നേരം മൗണ്ട് രഹ, നിശബ്ദനായി നിന്നു. इस लड़की को भगवान पैर क्यों नहीं दिया, എന്തുകൊണ്ടായിരിക്കും इस लड़की को ദൈവം ഈ കുട്ടിക്ക് മാത്രം കാലുകൾ നൽകാത്തത്? उसे शायद ऐसा सोचा होगा, ഒരുപക്ഷെ അദ്ദേഹം ഇങ്ങനെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാകുക. वो कुछ बोला नहीं, അദ്ദേഹം ഒന്നും സംസാരിച്ചില്ല. और उसकी आंखों से, അയാളുടെ കണ്ണുകളിൽ നിന്നും कुछ यही भाव छलकती, ഇത്തരത്തിലൊരു ഭാവമാണ് छलकती, തിളങ്ങി കാണാൻ കഴിയുന്നത്. उसने बहुत कोमल तथा, അയാൾ വളരെ കോമളവും തഥാ കൂടാതെ ബേബി की आवाज में ദബി ആവാസ് में പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, ലഗ്നേ ദോ ബഹിൻ, ആയിക്കൊള്ളട്ടെ സഹോദരി എന്ന്. അയാൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, ലഗ്നേ ദോ, ആയിക്കൊള്ളട്ടെ സഹോദരി. പോസ്റ്റ്മാൻ കാ കാം, പോസ്റ്റ്മാന്റെ ജോലി എന്ന് പറയുന്നത് ജിസ് കാ ടാക്, ആരുടെ കത്തുകളാണോ, ജിസ്കെ ഹാത്ത് മേ സൗംപ്നെ കാ ഹെ, അവരുടെ കൈകളിൽ എത്തിക്കുക എന്നതാണ്. അഹാത്തേ മേ ഫേങ്ക്ന നഹി, വാതിൽക്കൽ വലിച്ചെറിഞ്ഞു പോവുകയല്ല, മുറ്റത്തെറിഞ്ഞു പോവുകയല്ല എന്ന് വളരെ പതിഞ്ഞ ശബ്ദത്തിൽ പോസ്റ്റ്മാൻ മറുപടി കൊടുത്തു. നംഗേ പേർ എന്ന ഈ പാഠഭാഗത്തിൻ്റെ ആദ്യ ഭാഗത്തിൻ്റെ വിശദീകരണമാണ് നിങ്ങൾക്ക് കേട്ടിട്ടുള്ളത്. ഈ വിശദീകരണത്തിലൂടെ ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇതിൻ്റെ തുടർ ക്ലാസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും ഇതിൻ്റെ തുടർച്ചയായ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാകും. എല്ലാവർക്കും ഈ പാഠഭാഗം ആവർത്തിച്ച് വായിച്ച് മനസ്സിലാക്കാൻ കഴിയട്ടെ. ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കും. താങ്ക് യു.